ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന രണ്ടാമത്തെ ട്രെയിനായ അരുണ എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. രണ്ടാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചർ പോവുകയാണ്. ചൊവ്വാഴ്ച നമ്മൾ വൈകിട്ട് കയറിയാണ് നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് എത്തുന്നത്. ഇപ്പം ബുധനാഴ്ചയായി. നമ്മളിപ്പോൾ ആന്ധ്രയിൽ എവിടെയോ ആണ്. ചുഴലിക്കാറ്റിൻ്റെ കുറേ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ പലയിടത്തും. നമ്മളിപ്പം ഒങ്കോൾ എത്താറായിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പക്ക ഓൺ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബിഫോർ ടൈമിലാണ് ഓടുന്നത്. വിശാഖപട്ടണം വരെ മിക്കവാറും ഇങ്ങനെ ഓടുകയായിരിക്കും. അവർക്ക് ഇനി എന്താവോ എന്തോ. നമ്മൾ യാത്ര ചെയ്യുന്ന തലേദിവസം രാത്രിയാണ് ഇവിടെ സൈക്ലോൺ മൊണ്ട അടിച്ചത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കുകയാണ്. പലരുടെയും കൃഷിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഈ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം. കാറ്റ് അങ്ങനെയൊന്നുമില്ല കാര്യമായിട്ട്, പക്ഷേ മഴക്കാറുണ്ട്. വെള്ളം കെട്ടിക്കിടക്കണം പലയിടത്തും കണ്ടോ. നമ്മൾ പോകുന്ന റൂട്ടിൽ ശരിക്കും ട്രാഫിക് കുറവാണ്. കാരണം ഇവർ ഈ സൈക്ലോൺ കാരണം വിശാഖപട്ടണത്തിൽ നിന്ന് എടുക്കുന്ന കുറേ വണ്ടികളും അവരുടെ കുറേ വണ്ടികളൊക്കെ ഇവർ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ട്രാഫിക് ഇല്ല. അതുകൊണ്ട് വണ്ടി വേഗം പോകുന്ന വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം എന്നാണേലും. ഇത് മിക്കപ്പോഴും ഈ വണ്ടി ലേറ്റ് ആകുന്നത് വിശാഖപട്ടണം കഴിഞ്ഞിട്ടാണ്. വിശാഖപട്ടണം വരെ ഓൺ ടൈം ഒക്കെ ഓടിപ്പോവും. അവിടെ കഴിഞ്ഞിട്ടാണ് ഇത് ലേറ്റ് ആവുന്നത്. കാരണം ഇഷ്ടംപോലെ ഗുഡ്സ് പോകുന്ന ഏരിയ ആണ്. ആ റൂട്ടിൽ ദുരന്തോനോ സൂപ്പർ ഫാസ്റ്റൊന്നും അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ലേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ റൂട്ടിൽ. നമ്മൾ യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ഈസിലാണ്. എൻ്റെ ബർത്ത് ഇവിടെ A2-ൽ 11 സൈഡ് ലോവറാണ്. കുഴപ്പമൊന്നുമില്ല. വണ്ടിക്കകത്ത് അങ്ങനെ വലിയ അലമ്പുള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷേ ബാത്റൂമൊക്കെ ഒട്ടും വെൽ മെയിൻറ്റെയിൻഡ് ഒന്നുമല്ല. ഇതിലെല്ലാവരും ഇറങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ബുധൻ വ്യാഴാഴ്ച വെളുപ്പിന് ഇത് ഗുവാഹട്ടി എത്തും. ആ ഒരു ഭാഗമാകുമ്പോഴാണ് വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇറങ്ങി പോകുന്നത്. അതുവരെ വണ്ടി ഫുൾ ഓക്യുപ്പൈഡ് ആയിരിക്കും. അതുകൊണ്ട് വെള്ളം കണ്ടോ ഒന്നും പറഞ്ഞില്ലേ, എന്തോരം വെള്ളം നോക്ക്. നല്ല ആ പാലത്തിൻ്റെ മുകളിൽ വരെ വെള്ളമുണ്ട് കണ്ടോ. നമ്മൾ 1:38 ഒങ്കോൾ എത്തേണ്ടതാണ്. ഇപ്പോൾ 1:25 ആയപ്പോഴേ നമ്മൾ ഔട്ടർ എത്തി കേട്ടോ. നല്ല വീട്ടിലായിരുന്നു ഈ വണ്ടി. പെരമ്പൂരായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒങ്കോളാണ് അടുത്ത സ്റ്റോപ്പ്. സാധാരണ ചില വണ്ടികൾക്ക് നെല്ലൂരൊക്കെ സ്റ്റോപ്പ് ഉണ്ടാവാറുണ്ട്. ഇത് നേരെ ഒങ്കോളാണ്. ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ പറഞ്ഞത് ഒങ്കോളിനായിരുന്നു. ഇവിടെ ഒരു പാരഡൈസ് ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ചിക്കൻ ബിരിയാണി പറഞ്ഞായിരുന്നു. നമുക്ക് ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്രണ്ടിൽ പോയി ജനറൽ അവസ്ഥയൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് വരാം. സമയമുണ്ട്, ഒരു 10 മിനിറ്റ് നിർത്തും. 1:29 1:40 വണ്ടി ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഈ കോച്ചിങ്ങൾ കണ്ടാൽ ഇതുണ്ട്. ഇതിൻ്റെ S1 ആണ് ഈ കോച്ച് കണ്ടോ. ഇതിൻ്റെ ദൈവമേ എന്തോ വൃത്തികേടാന്നൊക്കെ പുറത്തുകൂടെ. അകത്തും വൃത്തികേടായിരിക്കും, അത്ര കയറുന്നില്ല. അയ്യോ ഇതൊക്കെ വെള്ളം തൊട്ടിട്ട് വർഷങ്ങളായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് പിന്നെ വെള്ളം തൊട്ടായിരിക്കും. പിന്നൊന്നും വെള്ളം തൊട്ട് പോലും കാണത്തില്ല കണ്ടോ. സിൽച്ചർ എക്സ്പ്രസിൻ്റെ സിൽച്ചർ എക്സ്പ്രസിൻ്റെ ജനറലാണ് ഈ കാണുന്നത്. കുത്തി നിറച്ച ആളെന്ന് വെച്ചാൽ ഉണ്ട്, ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാം പാക്ഡ് ഒന്നുമല്ല, എന്നാലും തിരക്കുണ്ട്. ഇതെല്ലാം കോയമ്പത്തൂരിൽ നിന്ന് കയറിയ ആൾക്കാരാട്ടോ. കോയമ്പത്തൂരായപ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഇത്ര ആൾക്കാർ കയറിയില്ലായിരുന്നു. കോയമ്പത്തൂരിൽ നിന്നാണ് ഈ വണ്ടിയിലേക്ക് ഒന്ന് കൂടുതൽ ആൾക്കാരും കയറുന്നത്. ഏറ്റവും കൂടുതൽ ഇവർക്ക് ബിസിനസ് നടക്കുന്നത് ഈ ഭാഗത്താണ്. ജനറലാണേ, ഫുഡൊക്കെ ആണെങ്കിലും വെള്ളമാണേലും. വണ്ടിയുടെ ജനറേറ്റർ കാർ കേട്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. ഭയങ്കര മോശം ഒരു പഴയ ഒരു സാധനമാണ് കേട്ടോ. എന്തോ ശബ്ദം വന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ അരുണ എക്സ്പ്രസിന്റെ ലോക്കോ ആണ്. വിജയവാഡയുടെ WP7 39:020. ഈ ലോക്കോ വിശാഖപട്ടണം വരെ കാണത്തുള്ളൂ കേട്ടോ. അവിടെ നിന്ന് പിന്നെ വേറെ ലോക്കോ ആയിരിക്കും. അവിടെ നിന്ന് പിന്നെ വേറെ WP7 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് രാത്രി 9:30 വരെ ഉള്ളൂ ഈ ലോക്കോ. ഇന്ന് നമ്മുടെ അരുണ എക്സ്പ്രസിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി വിജയവാഡ ജംഗ്ഷനിലാണ്. അതൊരു 4 മണി അടുപ്പിച്ച് നമ്മളെത്തും. ഇപ്പോൾ എന്തായാലും പക്ക ഓൺ ടൈം ബിഫോർ ടൈം വന്ന് ഇവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വലിയ ഡിലേ ഇല്ലാതെ അങ്ങോട്ട് പോട്ടെ. പക്ഷേ വിശാഖപട്ടണം കഴിഞ്ഞിട്ടാണ് വണ്ടി ഡിലേ ആവുന്നത്. അപ്പോൾ ഈ ലോക്കോയ്ക്ക് കവച് തന്നെ സംഭവം വെച്ചിട്ടുണ്ട്. അതാണ് കവച് എന്ന് എഴുതിയിരിക്കുന്നത്. ചിലർ വിചാരിക്കും അത് ഈ ലോക്കോയുടെ പേരായിരിക്കുന്നത്, പക്ഷേ പേരല്ല. കവച് എന്ന് വെച്ചാൽ മറ്റേ ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, TCAS എന്ന് പറയും. അതിനെയാണ് ഈ കവചിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ അത് എക്യുപ്ഡ് ആയിട്ടുള്ള ലോക്കോ ആണ്. പക്ഷേ കവച് ആക്ടിവേറ്റ് ആവണമെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ ട്രാക്കിലും വേണം, അല്ലെങ്കിൽ കവച് വെച്ചിട്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ആ കവചിൽ തന്നെ ആ ഒരു ടെക്നോളജി ഈ ലോക്കോയിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് ആക്ടിവേറ്റ് ആക്കാൻ ഒന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, വിവേകിൻ്റെ അത്ര ഒന്നും തിരക്ക് വീഡിയോ ഒന്നും ഈ വണ്ടിയിലില്ല കേട്ടോ.
വിവേകില് ഇതിനപ്പുറത്ത് തിരക്കാണ്, പക്ഷെ ഇത് അത്രയും തിരക്കൊന്നും ഇതിന്റെ ജനറൽ ആണെങ്കിലും ഇല്ല. ഒങ്കോളിന് പുറപ്പെട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ. വലിയൊരു ഡിസ്പോസിബിൾ പ്ലേറ്റ് കണ്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് തുറന്ന് നോക്കിയിട്ട് കാണിക്കാം. ആന്ധ്രയിലെ ബിരിയാണി നമ്മൾ പലവണ്ണം മേടിച്ചിട്ടുണ്ട്. നൈസ് സാധനമാണ്, ഒത്തിരി ഉണ്ടാവും കേട്ടോ. ചെറിയൊരു ബിരിയാണി പറഞ്ഞാലും ഒരുപാടുണ്ട്. അതാണ് ഇവർ ക്വാണ്ടിറ്റി, ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. നമ്മളവിടെ കിട്ടുന്നവരൊന്നുമല്ല. കഴിച്ചോക്കട്ടെ കേട്ടോ. ആ ഗ്രേവിയൊക്കെ പലതും പല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഈ അരുണി സഞ്ചരിക്കുന്നത് 3921 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ ദൂരം ഇടുന്നത് വിവേകാണല്ലോ, അത് 4160 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അറിയോ, നമ്മൾ ലംഡിംഗ് എന്ന സ്ഥലത്തുനിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, സിൽച്ചർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ദിബ്രുഗഡ് പോകുന്നത് ലംഡിങ്ങിന് അവിടെ നിന്ന് വേറെ റൂട്ടാണ്, നാഗാലാൻഡ് മറ്റേ ദിമാപൂർ വഴിയാണ് ഇവിടെ ദിബ്രുഗഡ് പോകുന്നത്. ഇപ്പോൾ രണ്ട് റൂട്ടാണ്. വിവേക് കുറച്ചുകൂടെ ദൂരം ഓടുന്നുണ്ട്. വെള്ളം കണ്ടോ, എല്ലാ പാലത്തിനടിയിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടോ കൊണ്ടാണ് രക്ഷപ്പെട്ടത്. സംഭവം എന്ന് വെച്ചാൽ വിജയവാഡയിൽ നിന്ന് നാഗ്പൂർ എന്ന ലൈനിൽ ദൊർണക്കൽ ജംഗ്ഷൻ എന്ന സ്റ്റേഷനുണ്ട്. അപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ്സും എല്ലാം ആ വഴിയാണ് പോകുന്നത്. അപ്പം ഇന്നലെ വിട്ട സ്വർണ്ണജയന്തിയൊക്കെ ഇപ്പം ഡൈവേർട്ടഡാണ്. അപ്പോൾ ഈ ദൊർണക്കൽ ജംഗ്ഷനിൽ ഫുള്ള് വെള്ളക്കെട്ടാണ്. ദൊർണക്കൽ ജംഗ്ഷൻ മൊത്തം വെള്ളം കാരണം കാരണം നല്ല മഴയാണ് ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ കേരള എക്സ്പ്രസ്സും സ്വർണ്ണജയന്തിയൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട്, അതായത് നേരെ മറ്റേ രാജമണ്ഡ്രി വഴി വിശാഖപട്ടണം കയറാതെ വിജയനഗരം വഴി മറ്റേ എറണാകുളം ടാറ്റാനഗറൊക്കെ പോകുന്ന റൂട്ടില്ലേ, ആ റൂട്ട് കയറി റായ്പൂര് വഴി അത് നാഗ്പൂർ ചാടി ഡൽഹി പോകും. എന്ത് കറങ്ങിയുള്ള റൂട്ടാന്ന് നോക്കി. ഇപ്പോൾ കേരളമൊക്കെ മിക്കവാറും നല്ല ഡിലേ ആവും ഡൽഹി എത്താൻ വേണ്ടിയിട്ട്. നമ്മളെന്തോ ഭാഗ്യത്തിനാണ് എസ്കേപ്പ് ആയത്. നമ്മൾ ആ റൂട്ടല്ല ഭാഗ്യത്തിന്. നമ്മളെന്തായാലും വിശാഖപട്ടണം വഴിയാണ് പോകുന്നത്. ആ റൂട്ട് ഇതിലായിട്ട് വലിയ സീനൊന്നുമില്ല. ഒന്നും ഉണ്ടാവില്ല ദൈവമേ. ഇപ്പം നമ്മുടെ അരണി ബിഫോർ ടൈമാണേ. ഇപ്പം നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു ആൻഡമാൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചെന്നൈയിന് കട്ടറയ്ക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്. അത് മിക്കവാറും നോർമൽ റൂട്ടിൽ കൂടെ പോകുന്നൊന്നുമില്ല, കാരണം അവിടെ വെള്ളം മുങ്ങി കിടക്കുന്നതുകൊണ്ട് മിക്കവാറും നമ്മൾ പോകുന്ന വഴി കൂടെ അത് ഡൈവേർട്ട് ആക്കി വിടുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ആ റൂട്ടിൽ കയറി നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇനി ലേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇനി വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് നല്ല തിരക്കുള്ള ഒരു റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. നമ്മുടെ അരണ എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിലെ ലംഡിംഗ് ഡിവിഷനിൽ വരുന്ന സിൽച്ചർ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വീക്ക്ലി വണ്ടിയാണ് നമ്മുടെ തിരുവനന്തപുരം സിൽച്ചർ അരണി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 12507. അപ്പോൾ ഇതിൻ്റെ പേര് വണ്ടി, അതായത് തിരുവനന്തപുരത്തേക്ക് വരുന്ന അരണ എക്സ്പ്രസ് നാളെ പുറപ്പെടും. ഇന്ന് ബുധനാഴ്ചയല്ലേ, വ്യാഴാഴ്ച അവിടെ നിന്ന് എടുക്കും. എന്നിട്ട് ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന സിൽച്ചർ പോകുന്ന റേക്ക് അവിടെ കിടന്നിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇത് ന്യൂ തിൻസുക്കിയ എന്ന സ്ഥലമുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ ദിബ്രുഗഡ് പോകുന്ന ആ വണ്ടിക്കാണ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വണ്ടിയുടെ പേര് ബറക് ബ്രഹ്മപുത്ര എക്സ്പ്രസ് എന്നാണ്. ആ വണ്ടി ശനിയാഴ്ച മാത്രം സിൽച്ചറിന്ന് ന്യൂ തിൻസുക്കിയ പോകുന്നതാണ്. അതിന് കയറി ദിബ്രുഗഡ് നമ്മൾ പോകുന്നത് അടുത്ത യാത്ര. അപ്പോൾ ഈ ബറക് ബ്രഹ്മപുത്ര എന്നിട്ട് തിൻസുക്കിയ പോയിട്ട് തിരിച്ച് തിങ്കളാഴ്ച വരും. എന്നിട്ട് മെയിൻ്റനൻസ് വേണ്ടത് പിന്നെ ഇതേപോലെ തിരുവനന്തപുരത്തേക്ക് വരും. ഇതിപ്പോൾ ഒരു സെറ്റ് റേക്കാണ്. ഇപ്പോൾ അടുത്ത സെറ്റ് റേക്ക് എന്ന് പറയുന്നത് കോയമ്പത്തൂർ സിൽച്ചറിൻ്റെ റേക്കാണ്. അത് ഇതുപോലെ തന്നെ കോയമ്പത്തൂർ സിൽച്ചർ പോയിട്ട് സിൽച്ചറിന് ഇതേപോലെ ബറക് ബ്രഹ്മപുത്രയ്ക്ക് പോവും, പിന്നെ തിരിച്ചു വരും, കോയമ്പത്തൂർ പോവും. അങ്ങനെ അതിൻ്റെ പരിപാടി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് ഇവർ ഈ റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സർവീസിനും ഓടിക്കും. ഇപ്പോൾ ഈ കോയമ്പത്തൂർ സിൽച്ചറായിട്ട് പോകുന്ന റേക്കും അരണയായിട്ട് പോകുന്ന റേക്കും ബറക് ബ്രഹ്മപുത്രയായിട്ട് പോകുന്ന റേക്കും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് ഉണ്ട്. പണ്ട് തിരുവനന്തപുരം ഗുവാഹട്ടി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്.
2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങനത്തെ, തിരുവനന്തപുരം ഗുവാഹട്ടി. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇവർ എക്സ്റ്റെൻഡ് ആക്കിയിട്ട് സിൽച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ആക്കിയിട്ട് ഒരു പേര് കൊടുത്താണ് ഈ അരുണൈ സൂപ്പർ ഫാസ്റ്റ്. മറ്റേ വണ്ടി അവർ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു, അതായത് കോയമ്പത്തൂർ എന്ന് തുടങ്ങുന്ന രീതിയിലാക്കി, കോയമ്പത്തൂർ സിൽച്ചർ സൂപ്പർ ഫാസ്റ്റ്. അങ്ങനെ 2 വണ്ടി ഉണ്ടായിരുന്ന 2 ഡെസ്റ്റിനേഷനും എല്ലാം മാറ്റി. ഒരു വന്ദേ ഭാരത് അടിച്ച് ഭിന്നിച്ച് വരുന്നുണ്ട്. ഇത് വിജയവാഡയിൽ നിന്ന് മിക്കവാറും ചെന്നൈക്ക് പോകുന്നതായിരിക്കണം. വിജയവാഡയിൽ നിന്ന് ചെന്നൈക്ക് റണികുന്ത വഴി പോകുന്ന ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. നമ്മളെ ഇവിടെ എപ്പോഴും പിടിച്ചിട്ടേക്കാണ്. 3:30 ഓൺ ടൈമിലായിരുന്നു. ഇനിയിപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. 3:50 നമ്മൾ വിജയവാഡ കയറേണ്ട. ഉരുട്ടലാണ്. കൃഷ്ണ കനാൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൃഷ്ണ നദിയുടെ പാലം ഇല്ലേ, അതിന് മുമ്പത്തെ ആ ഒരു സ്റ്റേഷനിൽ കണ്ട് ലൂപ്പ് ട്രാക്കിൽ കൂടെ ഒക്കെ പോകാട്ടോ. എന്തുവാണോ എന്തോ ഇവിടെ എന്തോ സീൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ പാലം ഉണ്ടല്ലോ, 2 പാലമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പാലത്തിൽ കൂടെ ആണോ കയറ്റി വിടുന്ന അറിയത്തില്ല. നമ്മളിപ്പോൾ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പോയിട്ട് നമ്മുടെ വണ്ടി പോകാനാണോ ഒന്നും അറിയത്തില്ല, എന്താണോ എന്തോ ആർക്കറിയാം. അങ്ങനെ ചെളിവെള്ളം അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, അതാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത രീതിയിൽ വിട്ടത് കേട്ടോ. ഇത് കൃഷ്ണ നദിയാണ്, നല്ല നീളത്തിൽ ഒഴുകുന്നൊരു അടിപൊളി ഒരു നദിയാണ് കൃഷ്ണ നദി കേട്ടോ. കൃഷ്ണ നദി നമ്മൾ കടന്ന് നേരെ ചെല്ലുന്നത് വിജയവാഡ ജംഗ്ഷനിലാണ്. ഒരു ഗുഡ്സ് പോകുന്നുണ്ടോ അപ്പുറത്തെ ആ പാലത്തിൽ കൂടെ കണ്ടോ. എൻ്റെ പയ്യാണ് ആ ട്രെയിൻ പോകുന്നുണ്ടോ, ഭയങ്കര പയ്യാണ് പോകുന്നത്, ഒരു ജീനയും വെച്ചിട്ട് കണ്ട. ഒക്കെ വരുമ്പോൾ വിജയവാഡയുടെ ലോക്കോസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം കേട്ടോ. WP4, WP7 എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാം വിജയവാഡ കേട്ടോ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഇവർക്ക് ഇവിടെ ലോക്കോ ഷെറ്റ് ഉണ്ട്. നമ്മളെ ഏറ്റവും റൈറ്റിലത്തെ ഏതോ പ്ലാറ്റ്ഫോമിലാണ് കയറ്റുന്നത്. എനിക്ക് തോന്നുന്നു വിശാഖപട്ടണം ലൈനിലേക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. 11 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അരുണ എക്സ്പ്രസ് ഇവിടെ കയറുന്നത്. 3:50 ഇവിടുത്തെ സമയം. 4:01 ആയപ്പോഴാണ് കയറുന്നത്. ഇത് വിജയവാഡയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. എനിക്കൊന്ന് വിശാഖപട്ടണം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ ആയിരിക്കും മിക്കവാറും കയറ്റുന്നത്. ഒരു തവണ കോറമണ്ഡൽ എക്സ്പ്രസ്സിന് ഞാൻ കയറിയപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ മിനിഞ്ഞാന്ന് വിട്ട ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് ഡൈവേർട്ട് ആക്കി. അത് മറ്റേ വാറങ്കലിന് റൈറ്റ് എടുത്തിട്ട് സെക്കന്ദരാബാദ് വഴി, സെക്കന്ദരാബാദ് റായ്ചൂർ ആ വഴി എന്തോ ഇവിടെ വരുന്ന രീതിയിൽ, മറ്റേ റണികുന്ത് വരുന്ന രീതിയിൽ അത് ഡൈവേർട്ട് ആക്കിയിട്ടുണ്ട്. കറക്റ്റ് നമ്മളാണ്ട് ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്തു കേട്ടോ. അരുണ എക്സ്പ്രസ് ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ. ക്രൂ ചേഞ്ച് ഒക്കെ കഴിഞ്ഞു, വെള്ളം നിറച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ വിശാഖപട്ടണം ലൈനിലേക്ക് കയറാൻ പോവാം.
ഞാൻ നേരത്തെ ഒരു ആൻഡമാൻ എക്സ്പ്രസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതിനെ നമ്മൾ എവിടെ വെച്ച് ഓവർടേക്ക് അടിച്ചു, അത് ഞാൻ കണ്ടില്ല കേട്ടോ. എവിടാണോ എന്തുവാ. നോർമലി വാറങ്കൽ ഭാഗത്തേക്ക് നാഗ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെ പോകും. നമ്മൾ തന്നെ റൈറ്റിലത്തെ ട്രാക്ക് പിടിച്ചാണ് പോകുന്നത്. നമ്മുടെ ഇതിന് അടുത്ത സ്റ്റോപ്പ് രാജമണ്ഡ്രിയാണ്. രാജമണ്ഡ്രി ഇതേപോലെ വിശാഖപട്ടണം. ഇതിന്റെ സ്റ്റോപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഈ വണ്ടി ഒരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുന്ന വണ്ടിയാണ്. 55 km/h ആണ് ഇതിന്റെ ആവറേജ് സ്പീഡ്. ശരിക്കും ഇന്ത്യൻ റെയിൽവേയിൽ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിക്ക് വേണ്ട മിനിമം ആവറേജ് സ്പീഡ് 55 km/h ആണ്. അപ്പോൾ ഇതിന്റെ കോമഡി എന്തെന്ന് പറയാം, കഴിഞ്ഞ ദിവസം മറ്റേ TD രാമകൃഷ്ണൻ സാറിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് കറക്റ്റ് കേട്ടോ. പുള്ളി പറയുന്നത് ഇതേപോലെ ഈ 55 km/h ആവറേജ് സ്പീഡ് വെച്ച് ഓടുന്ന ഇതിനെ സൂപ്പർ ഫാസ്റ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? എന്ത് സൂപ്പർ ഫാസ്റ്റ് ഇത് പറ. ഇതിന് ഇപ്പം നമ്മൾ ഓടുന്ന എന്തായാലും കൊള്ളാം, കാരണം അധികം സ്റ്റോപ്പ് ഒന്നുമില്ല. ഇതിനൊക്കെ ശരിക്കും സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയും. നമ്മുടെ അവിടെ ഓരോ വണ്ടികളൊക്കെ എന്ത് മോശം എന്നറിയോ. ആ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്, അതിനൊക്കെ എങ്ങനെയാണ് സൂപ്പർ ഫാസ്റ്റ് വിളിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ കുറേ ഇടത്ത് സ്റ്റോപ്പ്. ഈയിടെ എനിക്കറിയില്ല, എല്ലാ വണ്ടികൾക്കും പലയിടത്ത് സ്റ്റോപ്പ് കൊടുക്കുക. ഒരു പിടിയില്ല. ഏറ്റവും മോശം രണ്ടെണ്ണമാണ്. ഒരെണ്ണം മറ്റേ കണ്ണൂർ ജൻശതാബ്ദിക്ക് ചങ്ങനാശ്ശേരി സ്റ്റോപ്പ് കൊടുത്തതും പിന്നെ മറ്റേ ഹംസഫറിന് കായംകുളം സ്റ്റോപ്പ് കൊടുത്തതും. എന്താവശ്യമെന്ന് എനിക്കറിയത്തില്ല. ഇത് രണ്ടും പ്രീമിയം വണ്ടിയാണ്. പ്രീമിയം വണ്ടി എന്ന് വെച്ചാൽ എന്താ, കുറഞ്ഞ സ്റ്റോപ്പുകളോട് കൂടി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് പ്രീമിയം വണ്ടി എന്ന് പറയുന്നത്. അല്ലാണ്ട് എല്ലായിടത്തും നിർത്തി നിർത്തി പോകുന്നതിനെ പ്രീമിയം വണ്ടി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഹംസഫറിന് കായംകുളം സ്റ്റോപ്പ് കൊടുത്തേക്കുന്നു. പിന്നെ ജനശതാബ്ദിക്ക് ചങ്ങനാശ്ശേരി. ജനശതാബ്ദി ഒരു പ്രീമിയം കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. അതിന് കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി എത്ര അടുത്തടുത്ത് സ്റ്റോപ്പാണെന്ന് അറിയുമോ? മാവേലിക്കര, ചെങ്ങന്നൂർ അടുത്തടുത്താണ്. ചെങ്ങന്നൂർ, തിരുവല്ല അടുത്തടുത്താണ്. തിരുവല്ല, ചങ്ങനാശ്ശേരി അടുത്തടുത്താണ്. ആരോട് പറയാൻ, എന്തെങ്കിലും പറഞ്ഞ ഉടനെ നമ്മുടെ നെഞ്ചത്തിട്ട് ചാടാൻ വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഈ പ്രീമിയം വണ്ടി എന്താണ് അതിൻ്റെ യൂസറൊന്നും അറിയത്തില്ല. കണ്ടടുത്തെല്ലാം സ്റ്റോപ്പ് വാങ്ങിക്കാൻ മാത്രമേ അറിയാം. എന്നാൽ വണ്ടിയുടെ സ്പീഡ് കൂട്ടാനുള്ള കാര്യമൊന്നും അവർ നോക്കൂല. ആ സാറ് എന്ത് പറയാൻ, അതായത് പണ്ട് ഇത്ര കൊല്ലം മുമ്പ് ഇവിടുന്ന് ഡൽഹി പോയി 2 രാത്രി വേണം. ഇപ്പോഴും 2 രാത്രി വേണ്ട. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പറ? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇപ്പോഴും 2 രാത്രി വേണം. പണ്ട് 2 രാത്രി വേണം ഡൽഹിക്ക് പോകാൻ വേണ്ടി നാട്ടിൽ നിന്ന് പോരെ. എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇവർ ഈ ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി ചെയ്തിട്ടും ട്രാക്കിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഒന്നും കൂടുന്നില്ല. ആകെ എല്ലായിടത്തും 130 അതിൽ കൂടുന്നില്ല. സമയം കുറയുന്നില്ല. സെയിം ഇത് തന്നെ ആവുന്നു. എന്നും സെയിം ഇത് ട്രാവൽ ടൈം തന്നെയാണ്. ഇതൊക്കെ കുറഞ്ഞാലേ നന്നാവത്തുള്ളൂ. മറ്റേ പരശുരാമിനും അങ്ങനത്തെയൊക്കെ വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ പ്രീമിയം വണ്ടികളുണ്ടല്ലോ, ഈ ജനശതാബ്ദി, ഓരോ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുന്ന വണ്ടികൾ, പിന്നെ കേരളയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട് ആവശ്യമില്ലാത്ത 2 ഉണ്ട്. ഒരെണ്ണം ഒറ്റപ്പാലവും പിന്നെ ഒരെണ്ണം വൈക്കം റോഡും. അത് നിങ്ങൾ എന്തുവാണല്ലോ എന്നെ പറഞ്ഞത്, എനിക്കൊരു കുഴപ്പമില്ല. ഇത് രണ്ടും ആവശ്യമില്ലാത്ത സ്റ്റോപ്പുകളാണ്. പിന്നെ അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഇതേപോലെ ആവശ്യമില്ലാത്ത പോലെ സ്റ്റോപ്പുള്ള കുറേ വണ്ടികളുണ്ട്. ആ ഹംസഫറിനൊക്കെ കായംകുളം കൊടുക്കട്ടെ ഒരു ആവശ്യമില്ലായിരുന്നു. നല്ലപോലെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലായിടത്തും അത്യാവശ്യം നിർത്തേണ്ട സ്ഥലങ്ങളിൽ മാത്രം നിർത്തി പോകുന്നൊരു വണ്ടി. അതിനുകൊണ്ട് കായംകുളത്തുണ്ട് സ്റ്റോപ്പ് വെച്ചേക്കുന്നത്. ഈ വണ്ടിക്ക് സ്റ്റോപ്പ് മേടിക്കുന്നതിലുപരി വണ്ടിയുടെ സ്പീഡ് കൂട്ടാനുള്ള എന്തെങ്കിലും പരിപാടിയും കൂടെ ചെയ്യണം. ട്രാക്കിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി. എന്നാലേ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റത്തുള്ളൂ. ഇത് നമ്മളിപ്പോഴും പഴയ ഇത് തന്നെയാണ്. എന്ത് പറയാൻ. അതും വേറെ രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏലും വണ്ടി ഇപ്പം ലേറ്റ് ആവുകയാണെങ്കിൽ, ഇപ്പോൾ വേണാടൊക്കെ ലേറ്റ് ആയ ഉടനെ വാർത്തയാണ്, അല്ലെങ്കിൽ പരശുരാമൊക്കെ ലേറ്റ് ആയ ഉടനെ വാർത്തയാണ്. എന്താ കാരണം? അതുപോലെ സ്റ്റോപ്പല്ലേ കൊടുത്തേക്കണേ. എല്ലായിടത്തും നിർത്തി ആളെ കയറ്റി വരുമ്പോഴേക്കും വണ്ടി ലേറ്റ് ആവും. അതിനിപ്പം കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇതെല്ലായിടത്തും നിർത്തുകയും വേണം, എന്നാൽ വണ്ടി വേഗം പോവുകയും ചെയ്യണം. ഇതെന്താണിത് പറ? എല്ലായിടത്തും നിർത്തി ആളെ കയറ്റി വണ്ടി ഇറങ്ങി പോകണ്ടേ? അപ്പം അതനുസരിച്ച് ലേറ്റ് ആവും. ഇത് നമ്മുടെ ആൾക്കാരുടെ മെയിൻ പ്രശ്നം അതാ. എല്ലായിടത്തും വണ്ടി നിർത്തുകയും വേണം, എന്നാൽ വേഗം പോവുകയും വേണം. ലേറ്റ് ആവരുത്. ലേറ്റ് ആയാൽ ഉടനെ വരും, വാർത്ത വരും. ഓരോ കാറ്റഗറി വണ്ടികൾക്ക് ഓരോ ഉദ്ദേശമുണ്ട്. ഇപ്പം എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത്, ഇൻ്റർസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും നിർത്തി ആളെ കയറ്റി പോകുന്ന ടൈപ്പ് വണ്ടികളാണ്. സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയല്ല, ജനശതാബ്ദി അങ്ങനെയല്ല, പിന്നെ ഇതേപോലെ ഹംസഫർ അങ്ങനെയല്ല. അതിനൊക്കെ കുറച്ച് സ്റ്റോപ്പേ പാടുള്ളൂ. കാരണം അങ്ങനത്തെ ടൈപ്പ് കാറ്റഗറിയാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും സ്റ്റോപ്പ് വേണമെങ്കിൽ കാറ്റഗറി ഡൗൺ ഗ്രേഡ് ചെയ്ത് വല്ല എക്സ്പ്രസ് ആക്കി വല്ല ഓടിക്കണം. അല്ലാണ്ട് ഇത് എല്ലായിടത്തും നിർത്തി പോലെ എന്താണിത് പ്രൈവറ്റ് ബസ്സോ? നമ്മളങ്ങനെ രാജമണ്ഡ്രി അല്ലെങ്കിൽ രാജമഹേന്ദ്രവരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ ഇന്നലെ സൈക്ലോൺ അടിച്ചാണ്. വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ ഭാഗത്താണ് ഇന്നലെ മെയിനായിട്ട് കാറ്റ് കടിച്ചത്. ഈ രാജമണ്ഡ്രി കാക്കിനട ഭാഗമൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. നദിയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഇത് ഗോദാവരി നദിയാണ് ഈ കാണുന്നത്. ഇപ്പം രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. പകലാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഈ പാലം കാണാൻ. ഇത് വലിയൊരു പാലം കേട്ടോ. ഇവിടെ ഒരു കാട്ടും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എനിക്ക് ഇവിടത്തേക്ക് പരിപാടി ഉണ്ടെങ്കിലേ
നമ്മുടെ അവിടെ വാരണാസി ഒക്കെ ഉണ്ടല്ലോ ഘാട്ട്, അതേപോലത്തെ ഘാട്ട് ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ട. അതുകൊണ്ടോ ശിവലിംഗം കണ്ടോ, നല്ല രസമുണ്ടല്ലോ അത്, വെള്ളം ചീറ്റുന്ന ടൈപ്പ് ശിവലിംഗം. കൊള്ളാം എന്തായാലും. ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്നറിയോ? ഇത് ഷാലിമാർന്ന് വാസ്കോഡഗാമയ്ക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ് ആണ്. നമ്മുടെ തൂച്ചാറ് വഴി പോകുന്ന വണ്ടിയില്ലേ, നമ്മളൊന്ന് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ICF ആയിരുന്നു, അപ്പോൾ ഇപ്പോൾ LSB ആണ്. അപ്പോൾ ആ അമരാവതി എക്സ്പ്രസ് ആണ് ഇവിടെ രാജമന്ത്രി സ്റ്റേഷനിൽ കിടക്കുന്നത്. അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അരണ ഇവിടെ എത്തുന്നത്. നമ്മളിപ്പോഴുള്ളത് സൗത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. വിശാഖപട്ടണം എത്തുമ്പോഴാണ് നമ്മൾ ഈസ്റ്റ് കോസ്റ്റിൽ കയറുന്നത് കേട്ടോ. ഞാൻ രാജമന്ത്രിയിൽ നിന്ന് പാസ്ത ഓർഡർ ചെയ്തായിരുന്നേ. വിശാഖപട്ടണം 9 വരെ എത്തും, പക്ഷെ ഡെലിവറി കാണിക്കുന്നില്ലായിരുന്നു. അതെന്തോ അറിയത്തില്ല, ഇനി വല്ലതും മഴയായതുകൊണ്ടെല്ലാം ക്ലോസ് ചെയ്താണോ അറിയത്തില്ല. വന്ന ഒരു 5 മിനിറ്റ് തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശാഖപട്ടണം കഴിഞ്ഞിട്ടാണ് വണ്ടി ലേറ്റ് ആവുകയാണെങ്കിൽ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത പാസ്ത കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്നൈ ആലപ്പുഴയ്ക്ക് വരേണ്ടത് ഓർഡർ ചെയ്ത അതേപോലത്തെ സെയിം ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കഴിച്ചു നോക്കട്ടെ. അന്ന് കഴിച്ചതിന് അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും കൊള്ളാം, സംഭവം നൈസാണ്. നമ്മളൊരു 9 മണി കഴിഞ്ഞിട്ട് വിശാഖപട്ടണം എത്തുക. അപ്പോൾ അവിടെ ലോക്കോ റിവേഴ്സലുണ്ട്, വേറെ ലോക്കമാണ് പിടിപ്പിക്കുന്നത്. മിക്കവാറും അതിൽ WP7 ആയിരിക്കും. അപ്പോൾ ഈ ലോക്കോ വെച്ചിട്ട് മിക്കവാറും ലംഡിങ് എന്ന സ്ഥലം വരെ ആയിരിക്കും പോകുന്നത്. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്. ലംഡിങ് തൊട്ട് സിൽച്ചർ വരെ ഡീസലാണ് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ലംഡിങ് വരെ മിക്കവാറും ഈ P7 ആയിരിക്കും. ഇപ്പോൾ ഉള്ളതല്ല, വേറെ വിശാഖപട്ടണത്തിൽ നിന്ന് വേറെ ലോക്കോ കയറ്റും. നമ്മളിപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ കയറിയിട്ടുണ്ട്. വിശാഖപട്ടണം നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തെ എത്തുമായിരിക്കും. ഇപ്പോൾ വണ്ടി ബിഫോർ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അനകപ്പള്ളിയിൽ നിന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് ഇപ്പോൾ ഒന്ന് പിടിച്ചിട്ട് ഇപ്പോൾ വണ്ടി എടുത്തു കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ പുറത്ത്, തണുപ്പും മഴയാണ്. ചുഴലിക്കാറ്റ് കഴിഞ്ഞിപ്പോൾ കറക്റ്റ് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് മഴയുണ്ട് ഇപ്പോൾ നല്ലപോലെ. നമ്മളിപ്പോൾ വിശാഖപട്ടണം എത്താൻ ഔട്ടറി കിടക്കുകയാണ്. വിശാഖപട്ടണത്തെ 3 വണ്ടി റിവേഴ്സലിൽ കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണത്തിന് റിവേഴ്സൽ വേണ്ട, അത് മറ്റേ അമൃത ഭാരത് എക്സ്പ്രസ് ആണ്, SMBT മാൾഡ ടൗൺ. അത് 12 മണിക്കൂർ റീഷെഡ്യൂൾഡായിരുന്നു ഈ കാറ്റ് കാരണം. പിന്നെ ഉള്ളത് ചെന്നൈയിൽ ഹൗറ പോകുന്ന കോരമണ്ഡൽ എക്സ്പ്രസ്, പിന്നെ മറ്റേ വാസ്കോഡഗാമ ഷാലിമാർ അമരാവതി എക്സ്പ്രസ്. ഈ 3 എണ്ണത്തിൽ 2 അവിടെ ലോക്കോ റിവേഴ്സലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് എല്ലൊക്കെ എടുത്തുകൊണ്ട് പോയാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ, പ്ലാറ്റ്ഫോം ഫ്രീ വേണ്ടേ. നമ്മളെന്തായാലും കുറച്ച് നേരത്തെയാണ്, മിക്കവാറും സ്റ്റേഷനിൽ കയറുമ്പോഴേക്കും ലേറ്റ് ആവും. ഇപ്പോൾ സമയം 9:20 ഇവിടെ തൊട്ട് മുമ്പുള്ള ഏതൊരു ഹോൾട്ട് സ്റ്റേഷൻ അവിടെ കൊണ്ട് പിടിച്ചിട്ടേക്കുക. എടുത്ത് ഫോൺ എടുത്ത് വണ്ടി എടുത്ത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ വണ്ടിയൊന്നുമില്ല ഇപ്പോൾ അതാണ് പോകുന്നത്. ഇത് വിശാഖപട്ടണത്തിൽ നിന്ന് ഓൺ ടൈം എടുത്ത കോർബ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ, അതാണ് ഈ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ വിശാഖപട്ടണം മുതൽ വണ്ടി ലേറ്റ് ആവുമെന്ന്. ആ 3 വണ്ടി ഞാൻ പറഞ്ഞില്ല, അതിപ്പോഴും അവിടെ കിടക്കണം, അനങ്ങിയിട്ടില്ല. അത് ലേറ്റാണ്. എനിക്ക് തോന്നുന്നു മറ്റേ കോറമണ്ടൽ ലേറ്റ് അല്ല, മറ്റേ 2 ലേറ്റാണ്. ഇപ്പോൾ എന്നിട്ടിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇവരുടെ വണ്ടികളുണ്ടല്ലോ, ഇവിടുന്ന് വിടുന്ന പാസഞ്ചർ മെമ്മൊക്കെ ഇപ്പോൾ 2-3 എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നമ്മുടെ വണ്ടി കയറ്റിയില്ല, അറിയോ. മറ്റേ ഹൗറ പോകുന്ന 3 വണ്ടി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. വിശാഖപട്ടണം എയർപോർട്ട് ഇവിടെ അടുത്തേക്കാണ്ട് കേട്ടോ. ഏതൊരു വിമാനം തന്നെ ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ. ഇവിടെ മറ്റേ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പരിപാടിയാണ്. നമ്മുടെ തൊട്ട് പുറകിലൊരു വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ ലൈറ്റാണ് കാണുന്നത്. അത് മറ്റേ ബംഗളൂരു നിന്ന് ഭുവനേശ്വർ പോകുന്ന പ്രശാന്തി എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. അതും 12 മണിക്കൂർ റീഷെഡ്യൂളിലാണ്. അത് നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. ഇപ്പൊ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1/4 മണിക്കൂറായി അറിയോ. കുറെ വണ്ടികൾ പോകുന്നുണ്ടല്ലാതെ ഈ വണ്ടി എടുക്കുന്ന പോലും ഇല്ല. ഇത് മാൾഡ ടൗൺ പോകുന്ന അമൃത ഭാരത് എക്സ്പ്രസ് ആണേ. ഇത് 8:30 വിശാഖപട്ടണം വന്നിട്ട് ഇപ്പൊ 10 മണിക്ക് എടുക്കണം പോരെ. 1.5 മണിക്കൂർ ഇവിടെ കിടന്നു പോരെ.
തേച്ചൊട്ടിച്ച് വിട്ടി ഈ വണ്ടീനെ. ഇവിടെ വിശാഖപട്ടണത്ത് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. ഇവരയിൽ കുറേ WEG9 ലോക്കോസ്, WP7, WEG5 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ഡീസൽ ലോക്കോ ഷെഡും ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിക്കെട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ EMD ലോക്കോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. കറക്റ്റ് ടൈമിന് പുറപ്പെട്ട വിശാഖപട്ടണം ന്യൂഡൽഹി ആന്ധ്രാപ്രദേശ് സൂപ്പർ ഫാസ്റ്റാണ് ഈ പോകുന്നത് കേട്ടോ. ഇത് വിജയവാഡ വഴിയായി വേണ്ടി പോകുന്നത്. 9:25 കയറേണ്ട നമ്മുടെ അരുണൈ സൂപ്പർ ഫാസ്റ്റ് കയറുന്നത് 10:15 ആവാറായപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വിടുമ്പോൾ മിക്കവാറും 10:45 അങ്ങനെ 1 മണിക്കൂർ ഡിലേ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള ഡിലേ പോകുന്ന വഴിക്ക് കൂടുകയും ചെയ്യും. ഈ വിശാഖപട്ടണം ജംഗ്ഷനിൽ വരുന്ന വണ്ടികളെല്ലാം ഇതേപോലെ റിവേഴ്സിലടിച്ച് പോകുന്ന വണ്ടികളാണ്. അപ്പോൾ റിവേഴ്സിലടിക്കുമ്പോൾ ഇവിടെ നിന്ന് വേറെ ലോക്കമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലോക്കോസ് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നുണ്ടോ. ചിലപ്പോൾ നമ്മുടെ ലോക്കോ അവിടെ വന്നിട്ടുണ്ടോ അറിയത്തില്ല, നോക്കാം. എന്തായാലും എല്ലാം വിജയവാഡ ലോക്കോസാണ്. വിജയവാഡ വേറെ ഏത് ഷെഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കിടക്കുന്നതെല്ലാം വിജയവാഡയാണ്. വിജയവാഡ, ലാലാഗുഡ അത് മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. നമുക്ക് മിക്കവാറും വല്ല സിലിഗുരിയുടെയോ വല്ല ലോക്കോ ആയിരിക്കും വരുന്നത്. സിലിഗുരിക്കൊക്കെ ഇപ്പോൾ WP7 ഉണ്ട്. ഏതാണെന്ന് അറിയത്തില്ല, ഫ്രണ്ടിൽ പോയാലും അറിയത്തില്ല ഏതാ വരുന്നതെന്ന്. ദൈവമേ, ഇതിൻ്റെ പുറയിലത്തെ സ്ലീപ്പറിലൊക്കെ എപ്പോഴും വരുന്നത്. ഇത് ജനറലൊക്കെ കഷ്ടപ്പെട്ടോ. അകത്തൊക്കെ നല്ല തിരക്കാണ് കണ്ടോ. S4 ആണ്, S4, S5, S6. നമ്മുടെ ലോക്കൽ ഉണ്ട് അവിടെ, അങ്ങോട്ട് ദൂരെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അരുണൈ എക്സ്പ്രസ്സിന് ഇവർ വിശാഖപട്ടണത്ത് നിന്ന് കൊടുക്കുന്ന ലോക്കോ സിലിഗുരി ഷെഡിൻ്റെ ഒരു WP7 ലോക്കോ ആണ്. ഞാൻ വിചാരിച്ചതിലുള്ള സിലിഗുരിയുടെ ആയിരിക്കും അത്, തന്നെയാണ് വന്നത്. 37,850 എന്ന് പറഞ്ഞ പുതിയൊരു ലോക്കോ ആണ്, പക്ഷെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഈ ഒരു ലോക്കോ ആണ് മിക്കവാറും നമ്മുടെ വണ്ടീനെ ലംഡിങ് ജംഗ്ഷൻ വരെ നയിക്കുന്നത് കേട്ടോ. ലംഡിങ് വരെ ഈ ലോക്കോ മിക്കവാറും കാണും WP7. ഈ സിലിഗുരി നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ബോട്ടിൽ നെക്ക് പോലത്തെ ഒരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിലെ. അപ്പോൾ അവർക്കിപ്പോൾ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു WP7 ലോക്കോ ആണ് നമ്മുടെ അരുണയുടെ സാരഥി വിശാഖപട്ടണത്തിൽ നിന്ന്. നമ്മൾ 9:15 വിശാഖപട്ടണം ഔട്ടറി വന്നിട്ട് ഇപ്പോൾ സമയം 11 മണിയാവാറായി കണ്ടോ. 10:54 ഇതിനായിട്ടും വിട്ടിട്ടില്ല. ലോക്കോ ചേഞ്ചൊക്കെ കഴിഞ്ഞു. ഇവിടത്തെ ദയവ് തുടങ്ങി. കൊണാർക്ക് എക്സ്പ്രസ് എന്ന വണ്ടി കണ്ട് ഇവിടെ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ അത് വന്ന് കയറാൻ വേണ്ടിയിരിക്കും നമ്മൾ പിടിച്ചിട്ടത്. ഇത് ഭുവനേശ്വറിന് മുംബൈ CSMTക്ക് പോകുന്നൊരു വണ്ടിയാണ്, കൊണാർക്ക് എക്സ്പ്രസ്. അപ്പോൾ അത് വന്ന് കേട്ട മിക്കവാറും നമ്മളെ വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാധനം വിശാഖപട്ടണം വരെ ഓൺ ടൈം വരും, അവിടെ നിന്ന് പിന്നെ പയ്യെ പോകത്തുള്ളൂ. കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. 11 മണി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ 9:45 എടുക്കേണ്ട വണ്ടിയാണ്. ഇപ്പം തന്നെ 1.5 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആവുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. അയ്യോ, അങ്ങനെ ഫൈനലി 11:10 ആയപ്പോൾ നമ്മുടെ അരുണൈ സൂപ്പർ ഫാസ്റ്റ് റിവേഴ്സലൊക്കെ കയ്യിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലോക്കോ സിലിഗുരി WP7 ആണ്. 9:45 എടുക്കാത്ത വണ്ടി വിട്ടത് 11:10 കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 5:35 നമ്മുടെ വണ്ടി ഇപ്പോൾ വെറും 1 മണിക്കൂർ 51 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി കുറയാൻ പോകുന്നില്ല, ഇനി കൂടത്തേ ഉള്ളത്. എന്താ പോകുന്നത്, നമ്മളിപ്പോൾ ഭുവനേശ്വർ എത്താറായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇതിലേക്കൂടെ ട്രെയിനിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഭുവനേശ്വർ സ്റ്റേഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തത് ഭുവനേശ്വറാണ് എത്തുന്നത്. ഭുവനേശ്വർ, കട്ടക്ക്, പിന്നെ മറ്റേ ബാലേശ്വർ, ഭദ്രക് എന്നൊക്കെ കുറേ സ്റ്റേഷനുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നേരം വെളുക്കും. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നേരത്തെ നേരം വെളുക്കും, നേരെ ഇരുട്ടുകയും ചെയ്യും. ഇപ്പോൾ സമയം 5:45 ആയതേ ഉള്ളൂ. നമുക്ക് നേരെയൊക്കെ വെളുത്ത് നമ്മളിപ്പോൾ ഭുവനേശ്വർ ഔട്ടറിലെത്തി കേട്ടോ. ഇപ്പോൾ എത്തി നമ്മൾ ഭുവനേശ്വർ സ്റ്റേഷനിലേക്ക്. ഒഡീഷയുടെ തലസ്ഥാനമാണ് നമ്മുടെ ഭുവനേശ്വർ. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഇവിടെ ഭുവനേശ്വറിലാണ് കേട്ടോ. ഇതൊക്കെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് ആയി പോകുന്നു കേട്ടോ. ഇവിടെ എല്ലാം നല്ല മഴ സീസൺ ആട്ടോ. അതാണ് നല്ല തണുപ്പും ഉണ്ട്, പച്ചപ്പും ഉണ്ട്. തുരുതുര അവിടെ നിന്ന് ഏതാണ്ടൊക്കെ കുറേ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോഴും എന്നെയാണ് പോകുന്നത്. കാരണം നമ്മുടെ വണ്ടി മുന്നിൽ ഒരു താമ്പരം സാന്ദ്രഗച്ചി അന്ത്യോദയ കിടപ്പുണ്ട്. അതാണ് ഈ സാധനം ഇട്ട് ഉരുട്ടുന്നത്.
ഇതിന്റെ ലോക്കോ നിങ്ങൾ കണ്ടോ? മറ്റേ ട്രൈ കളർ ലിവറിയിലുള്ള ഒരു വിശാഖപട്ടണം WP7 ആണ്. വണ്ടി ഭുവനേശ്വറിന് ബാംഗ്ലൂർ പോകുന്ന മറ്റേ പ്രശാന്തി എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടിയാണ്. അതിന്റെ ലോക്കോ ഞാൻ പറഞ്ഞുതരാം എന്ത് ടൈപ്പ് ലോക്കോ ആണ്. ആ ലോക്കോയ്ക്ക് ഇവരൊരു പേര് കൊടുത്തിട്ടുണ്ട്, വിശാഖ വിജയരഥം എന്ന് പറഞ്ഞ. വിശാഖപട്ടണം ലോക്കോ ഷെഡിന്റെ ഒരു WP7 ആണ്. ഈയിടെ 100 years ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ 100 വർഷം ഇലക്ട്രിക് ട്രെയിൻസ് ഒക്കെ ഓടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിശാഖപട്ടണം ഷെഡുകാരെ അടിച്ച ഒരു ലിവറിയാണത്. അതിനകത്ത് വിശാഖപട്ടണത്തിന്റെ ആ ഒരു ലാൻഡ് മാർക്സും അവരുടെ ഹെറിറ്റേജും കൾച്ചറും ഒക്കെ ആ ഒരു ലിവറിയിലുണ്ട്. 39-145 എന്നാണ് ആ ലോക്കോയുടെ നമ്പർ. നല്ല രസമില്ല കാണാൻ വേണ്ടി, നല്ല ട്രൈ കളർ ലിവറിയുള്ള അടിപൊളി ഐറ്റം. ഏതോ വന്ദേ ഭാരതൊക്കെ പിടിച്ച് നമ്മളെ ഓവർടേക്ക് അടിക്കുന്നത് പോലെ അടിപൊളി. ഇത് ഓവർടേക്ക് കേട്ടോ, റോർക്കയിലേക്ക് പോകുന്നതിന് വന്ദേ ഭാരത. പുരി ഉണ്ടല്ലോ, പുരിന്ന് റോർക്കയിലേക്ക് പോകുന്ന വന്ദേ ഭാരതാണ് ഇപ്പം നമ്മളെ ഓവർടേക്ക് അടിച്ച് കയറി. ഇവിടെ ഇപ്പം 3 ലൈൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നമ്മളുള്ള ഒരു ലൈന്, അപ്പുറത്തെ അത് മെയിൻ ലൈന്, ആ അപ്പുറത്തെ ലൈൻ അങ്ങോട്ട് പോകുന്ന ലൈൻ, ഇങ്ങനെ 3 ലൈൻ ഉണ്ട് ഇവിടെ. നമ്മുടെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഒരു കുർദ റോഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നാണ് ഈ പുരിക്കുള്ള ലൈൻ തിരിയുന്നത്. അതൊരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പുരിയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ വരുന്നത്. ഭുവനേശ്വറിന് അത്യാവശ്യം ദൂരമുണ്ട് ഈ പുരി. നമ്മളങ്ങനെ 2 മണിക്കൂർ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഭുവനേശ്വർ സ്റ്റേഷനിൽ വന്ന് കയറുന്നത് കേട്ടോ. 4:05 വന്ന് കയറുന്ന വണ്ടി ഇപ്പോൾ 6:10 ആയപ്പോഴാണ് കയറുന്നത് കേട്ടോ. ഭുവനേശ്വർ ഫസ്റ്റ് ടൈമാണ് ഇവിടെയൊക്കെ ട്രെയിൻ കയറുന്നത് കേട്ടോ, ഫസ്റ്റ് ടൈം. ഇത് റീഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേഷനാണ്. നമുക്ക് കാണാൻ പറ്റും അവിടെ മുകളിലെ മറ്റേ ഓവർ ബ്രിഡ്ജും ബിൽഡിംഗ് ഒക്കെ പണിയുന്ന കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് അതുകൊണ്ട് ഇവന്റെ ABCD ഒന്നും അറിയത്തൊന്നുമില്ല, എങ്ങനെ പരിപാടി തോന്നും. നമ്മളെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എന്താന്ന് തോന്നുന്നു വന്ന് കയറ്റിയത്. ഇത്ര വലിയ സ്റ്റേഷൻ ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു സ്റ്റേഷനാണ്. ചെറിയ മീൻസ് നമ്മൾ ബാക്കിയുള്ള മെയിൻ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിപ്പമൊന്നുമില്ല. ജംഗ്ഷൻ ഒന്നും അല്ല, ഇത് സാധാരണ ഒരു സ്റ്റേഷനാണ്. ജംഗ്ഷൻ ഇനി വരുന്നത് കട്ടക്കാണ്. അതിനു മുമ്പ് ഒരു ജംഗ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കുർദ റോഡ് ജംഗ്ഷനും. നമ്മളവിടെ നിന്ന് പട്ന പോകുന്ന വണ്ടികളും പിന്നെ ഹൗറയ്ക്ക് പോകുന്ന എല്ലാം ഭുവനേശ്വർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഭുവനേശ്വറൊക്കെ പോകണമെങ്കിൽ ആ വണ്ടിയിലൊക്കെ കയറിയാലേ പറ്റത്തുള്ളൂ, ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അധികം നേരം ഇവിടെ നിർത്തിയൊന്നുമില്ല, ഒരു 5 മിനിറ്റാണ് നിർത്തിയുള്ളൂ. വണ്ടി വന്നു, ആൾക്കാരെ കയറ്റി അപ്പം തന്നെ എടുത്തു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് കട്ടക്ക് ജംഗ്ഷനാണ്. കട്ടക്കാണ് അടുത്ത സ്റ്റോപ്പ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കട്ടക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റേ ഇന്ത്യയുടെ ഒക്കെ ഇടയ്ക്ക് ക്രിക്കറ്റ് മാച്ച് നടക്കാറുണ്ട് കട്ടക്കിൽ. അങ്ങനെ ഞാനും കട്ടക്കിനെ പറ്റി കേട്ടിട്ടുള്ളത്. എന്തായാലും വണ്ടി ലേറ്റ് ആയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്, ഈ ഭുവനേശ്വറൊക്കെ കാണാൻ പറ്റി. അല്ലെ ഭുവനേശ്വർ 4 മണിക്ക് എത്തുന്നതാണ്. 4 മണിക്ക് എത്താറൊന്നുമില്ലേ വണ്ടി, എപ്പോൾ നോക്കിയാലും 6 മണി ആ റേഞ്ചിലൊക്കെ എത്താറുള്ളൂ. ഈ ഭുവനേശ്വറിന്ന് ഡൽഹിക്ക് പോകുന്ന രാജധാനിയുണ്ട്, അത് തേജസ് രാജധാനിയാണ്. മറ്റേ മുംബൈ ഡൽഹി രാജധാനി ഉണ്ടല്ലോ, മറ്റേ തേജസിൻ്റെ റീക്ക് വെച്ചിട്ടുടനെ. അതേപോലെ ഇവർക്ക് ഒരു രാജധാനിയുണ്ട്, അതും 2 എണ്ണം ഉണ്ട് ഇവർക്ക് കേട്ടോ. അപ്പോൾ അത് തേജസ് രാജധാനിയാണ് ഇവരുടെ രാജധാനി ഉള്ളത്. ഇവിടെ മുന്നോട്ട് വരുമ്പോൾ ഇവരുടെ യാർഡും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ ലോക്കോസ് ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നു. പിന്നെ അങ്ങ് വേണ്ട കോച്ചിൻ ഡിപ്പൊക്കെ കാണാൻ പറ്റും. അവിടെ വേണ്ട തേജസ് രാജാവിൻ്റെ കോച്ചൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് വിശാഖപട്ടണത്തിൻ്റെ WP7 കാണാൻ പറ്റുന്നത്, കാരണം ഇവിടെ അടുത്ത് ഉള്ള ഷെഡ് അതാണ്. അപ്പോൾ ആ വിശാഖപട്ടണത്തിന് റിവേഴ്സിലൊക്കെ കഴിഞ്ഞ് കൊടുത്തു വിടുന്ന ലോക്കോസ് എല്ലാം ഈ വിശാഖപട്ടണത്തിൻ്റെ ലോക്കോസ് ആയിരിക്കും ഈ ഇവിടെ നിന്ന് വിടുന്ന വണ്ടികൾക്ക് കേട്ടോ. 2-3 ഡീസൽ ലോക്കോയും കിടപ്പുണ്ട്. ഇതും വിശാഖപട്ടണത്തിൻ്റെ ഡീസൽ ലോക്കോ ഉണ്ടോ. വിശാഖപട്ടണത്തിൻ്റെ WDG4 ഉണ്ട്. അവിടെ ഒരു കരിഞ്ഞ ഒരു ഡീസലൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഷണ്ടിങ് ചെയ്യുകയാണ് ഇവിടെ. ഇത് യാർഡാണ് ഇവരുടെ, മറ്റേ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത യാർഡാണ്. അപ്പോൾ അവിടെ ഷണ്ടിങ് ചെയ്യുകയുണ്ടോ. ഭക്ഷണം കണ്ടിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം മിക്കവാറും ട്രെയിനിൽ നിന്ന് വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം
ഓൺലൈൻ ഡെലിവറി ഒന്നും കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഡെലിവറി കാണിക്കുന്നത് ഖരഗ്പൂറാണ്. അത് അവിടെ എത്തുമ്പോഴേക്കും 11:30 ആവും. പിന്നെ ഇതിനകത്തുനിന്ന് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂരി സബ്ജിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തോ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്തെ പാൻട്രി ആൾക്കാരും അസം ടൈമിങ്സ് തന്നു കേട്ടോ. ഇവർ രാവിലെ 6 മണിയാകുമ്പോഴേ നാസ്ത കൊണ്ടുവരും. അസമിൽ അങ്ങനെയല്ലേ, വെളുപ്പിലെ നേരം വിളിക്കുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഭുവനേശ്വർ ന്യൂ എന്നൊരു സ്റ്റേഷൻ രണ്ട് സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഭുവനേശ്വർ ന്യൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറേ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഭുവനേശ്വറിൽ നിന്ന് വിടുന്ന വണ്ടികളൊക്കെ. ഇവിടെ ഏതോ ഒരു നദി ഒഴുകുന്നുണ്ട്. നല്ല നീളത്തിലുള്ള 2-3 പാലം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമുക്ക് എന്താ നീളം നോക്കി, നമ്മളാ വിജയവാഡ കാണുന്ന പോലെ അതേപോലത്തെ പാലം. നമ്മളങ്ങനെ കട്ടക്ക് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കട്ടക്കെന്ന് പരദീപ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ലൈൻ തിരിയുന്നുണ്ട്. അതാണ് ഈ ജംഗ്ഷൻ ആയത്. കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏത് വണ്ടി? ഹട്ടിയ പുരി എക്സ്പ്രസ് ആണ്. അതാണ് കേട്ടോ, ഹട്ടിയന്ന് പുരിക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. നമ്മളങ്ങനെ കട്ടക്ക് ജംഗ്ഷനിലെത്തി കേട്ടോ. ആ ഹട്ടിയ പുരി തന്നെ വേറെ ഏതൊരു വണ്ടി ഇവിടെ കിടന്ന് ഓവർടേക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടക്ക് ഇത് ബഗൽപൂർന്ന് SMVT ബാംഗ്ലൂർ പോകുന്നൊരു എക്സ്പ്രസ് ആണ് കേട്ടോ. അതിനെയാണ് ഇത് ഓവർടേക്ക് അടിച്ചത്. ഈ പകൽപൂര് വണ്ടിക്ക് ഒരു പേരുണ്ട്, അങ്ക സൂപ്പർ ഫാസ്റ്റ് എന്നാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലൊക്കെ ഈ പരദീപിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. മറ്റേ മാപ്പ് എടുത്തിട്ട് പ്ലോട്ട് ചെയ്യാൻ പറയത്തില്ല, പോർട്ടൊക്കെ. പരദീപിലൊരു പോർട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പരദീപിനെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ലൈൻ തിരിയുന്നത് കേട്ടോ. സ്റ്റേഷൻസ് എല്ലാം അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് റീഡെവലപ്മെന്റ് ഒരു ഭാഗമായിട്ട് മുകളിൽ എന്തൊക്കെയോ പണിയുന്നുണ്ട്. FOB ഒക്കെ വേറെ പുതിയതായിട്ട് പണിയുന്നുണ്ട്. എല്ലാം റീഡെവലപ്മെന്റ് ചെയ്തോണ്ടിരിക്കുക ഇവര്. ഇവിടെ കട്ടക്ക് എത്തിയപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് വിശാഖപട്ടണത്ത് ഷാലിമാർ പോകുന്ന ഒരു വണ്ടിയാണ്. അതിനെ നമ്മളിവിടെ വെച്ച് നൈസായിട്ട് ഓവർടേക്ക് അടിക്കുക. ഈ വണ്ടി എങ്ങാണ്ട് 8 മണിക്കൂർ പ്ലസ് എങ്ങാണ്ട് റീഷെഡ്യൂൾഡ് ആയിരുന്നു. അതാണ് നമ്മൾ അതിനെ 8 ഓവർടേക്ക് അടിച്ചത് കണ്ടോ. അല്ലെങ്കിൽ കയറത്തൊന്നുമില്ല. എനിക്ക് അതിവിടെ ഒതുക്കിയിട്ടേക്കുക. എന്ത് കഷ്ടമല്ലേ. ഒരു നിവൃത്തിയില്ലായിട്ട് പിന്നെ അതിന് ലാസ്റ്റ് പൂരി സബ്ജി മേടിച്ചു. ഇത് ഈ പൂരി ചുരുട്ടി വെച്ചിട്ട് അതിനകത്ത് സബ്ജി കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ കിടക്കുന്നത് മഹാനദി എന്ന് പറഞ്ഞൊരു വലിയൊരു നദിയാണ്. ശരിക്കും ആ പേര് തന്നെ കറക്റ്റ് കേട്ടോ, മഹാനദി. എത്ര വലിപ്പം ഉണ്ടെന്ന് നോക്കി. ഈ ഒരു പാലത്തിന് നോക്ക്, മറ്റേ ഗിർഡർ വെച്ചുള്ള പാലം ഉണ്ടാവും. വളരെ പയ്യാണ് ട്രെയിൻ പോകുന്നുണ്ടോ. എനിക്ക് തിര പോലെ വരുന്നുണ്ടോ വെള്ളമൊക്കെ. നല്ല വലിപ്പമുണ്ട് ഇവിടെ. മഹാനദി, ഈ ഒരു നദിയുടെ പേരാണ് മഹാനദി. അവിടെ എന്തോ ഡാമോ സംഭവങ്ങളോ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. 2-2.5 കിലോമീറ്റർ ചില്ലുവാനും എന്തോ ഉണ്ട് ഈ ഒരു പാലം. നല്ല വലിപ്പമുണ്ട് കേട്ടോ.
കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ആ ഒരു മസാല എനിക്ക് അത്ര പിടിച്ചില്ല. നിവർത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ചാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മളെ പോകുന്ന ആക്ച്വലി കൊൽക്കട്ട ഒന്നും കയറത്തില്ല. കൊൽക്കട്ടയ്ക്ക് മുമ്പ് ഒരു ഔട്ടറിലുള്ള സ്റ്റേഷനാണ് ധൻകുനി എന്ന് പറഞ്ഞത്. അപ്പോൾ ധൻകുനി വഴിയാണ് നമ്മൾ നേരെ ന്യൂ ജൽപൈഗുരി ഭാഗത്തേക്ക് പോകുന്നത്, മാളുടെ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭദ്രക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിൽ കയറും. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് കോസ്റ്റാണുള്ളത്. ഈ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒറ്റ വണ്ടിയെ മര്യാദയ്ക്ക് വിടത്തില്ല, എല്ലാം ലേറ്റാക്കി വിടത്തുള്ളൂ. ഞങ്ങളുണ്ട് കളിയാക്കി വിളിക്കുന്നത് ഫ്രൈറ്റ് ഈസ്റ്റേൺ റെയിൽവേ എന്നാണ്. കാരണം ഗുഡ്സിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നൊരു സോണാണ് ഈ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. ഇഷ്ടംപോലെ ഗുഡ്സ് പോകുന്നൊരു സോണാണ്. അപ്പം എല്ലാവർക്ക് ഈ കൊങ്കൻ്റെ കാര്യം പറഞ്ഞ പോലെ രാജധാനിന്നോ ദുരന്തമെന്നോ വന്ദേ ഭാരതമൊന്നും ഒന്നുമില്ല. എല്ലാം എടുത്ത് നോക്കിയാൽ മതി, മിനിമം ഒരു 3-4 മണിക്കൂർ ലേറ്റ് ആയിരിക്കും. അത് ഭയങ്കര കേട്ടോ. ഇനി നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ഇനി കയറുന്നത് ഈ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. മറ്റേ ഖടഗ്പൂർ ധൻകുനിയൊക്കെ ഭയങ്കര ട്രാഫിക്കുള്ള ഏരിയ. അപ്പോൾ ഇവരെങ്ങനെ നമ്മുടെ അരുണ എക്സ്പ്രസ്സിനെ പാസ് ചെയ്ത് വിടുമെന്ന് നമുക്ക് നോക്കണം. പെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല പച്ചപ്പുണ്ടല്ലോ അടുത്തും കേട്ടോ. കൃഷി സ്ഥലങ്ങളും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇവിടുത്തെ പാലങ്ങളെല്ലാം ഭയങ്കര വലിയ പാലങ്ങളാണ്. എല്ലാം ഒരു മിനിമം 1 കിലോമീറ്റർ ഉണ്ടാവും, 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ലെങ്ത് ഉണ്ടാവും ഓരോ പാലത്തിന് കയറിയോ. നമ്മളിവിടെ ഭദ്രക്ക് എന്നൊരു സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ട്, ഈ സ്റ്റേഷൻ്റെ പേരെന്താ എന്തോ നന്ദിയ ബൗദ്പൂർ എന്തൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ലൂപ്പ് ട്രാക്കിൽ നമ്മുടെ വണ്ടിയും അപ്പുറത്ത് കിടക്കുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ താമ്പരത്തുനിന്ന് സന്തരാഗച്ചി പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ് കേട്ടോ. ഫുള്ള് നമ്മുടെ അവിടെ ഹൗറ എറണാകുളം അന്ത്യോദയം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി വൃത്തികേടും സംഭവങ്ങളുള്ളൊരു വണ്ടിയാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ആ വണ്ടിയാണ് എടുത്തു കേട്ടോ, നമ്മുടെ വണ്ടിയല്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി ഏത് കാലത്ത് എടുക്കുമല്ലോ. ഹായ് എല്ലാവരും ടാറ്റ കാണിക്കുന്നത്. അന്ത്യോദയ എക്സ്പ്രസ് ആണിത്. ഇത് അവരുടെ വണ്ടിയാണ്, സൗത്ത് ഈസ്റ്റേൻ്റെ വണ്ടിയാണ് കേട്ടോ. താമ്പരത്തുനിന്ന് സന്തരാഗച്ചി പോകുന്ന അന്ത്യോദയ. ഇത് ഏതാണ്ട് 9-10 മണിക്കൂറൊക്കെ ലേറ്റ് ആകട്ടോ. എല്ലാം ഒരു മിനിമം 3-4 മണിക്കൂർ ലേറ്റ് ഉണ്ട് ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം. കണ്ടാ താമ്പരം സന്തരാഗച്ചി ഭയങ്കര കച്ചറ കൊച്ച കേട്ടോ. ഇതിൻ്റെ ആ ബയോടോളജിനെ കൂടെ ഒന്നും നോക്കാനേ പറ്റത്തില്ല, അതുപോലെ വൃത്തികേടൊട്ട വണ്ടിയാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടികളെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ, വേറെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും ഫുള്ള് പാക്ഡ് ആൾക്കാരാണ്. നോക്കി ഫുള്ളാണ് കേട്ടോ വണ്ടി, ഫുള്ള്. ദൈവമേ എന്തുവാടി ഇതൊക്കെ. അന്ത്യോദയ എക്സ്പ്രസ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഭദ്രക്കാണ്, അതിനെ പിന്നെ ബാലാസോറാണ്. അപ്പോൾ ഈ ഭദ്രക്കിനും ബാലാസോറിനും ഇടയ്ക്ക് ബഹനാഗ ബസാർ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അവിടെ വെച്ചാണ് അന്ന് കോറമണ്ഡൽ എക്സ്പ്രസ്സിന് ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, അത് അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. കോറമണ്ഡൽ എക്സ്പ്രസ് ഒരു ഗുഡ്സിൻ്റെ പുറകിൽ പോയി ഇടിച്ചൊരു സംഭവം ഉണ്ടായ ഓർമ്മയില്ലേ, ഒത്തിരി ആൾക്കാർ മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഭദ്രക്കിനും ബാലാസോറിനും ഇടയ്ക്കായിട്ട് വരും. നമ്മളുള്ള ലൂപ്പ് ട്രാക്കിലാണ്. മെയിൻ ലൈനിൽ കൂടെ വേറെ ഏതോ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇനി വല്ല ഓവർടേക്ക് ആണോന്നൊന്നും അറിയത്തില്ല. മിക്കവാറും അവിടെ റെഡ് സിഗ്നലാണ് കിടക്കുന്നത്, മിക്കവാറും അതിവിടെ തൂക്കുമായിരിക്കും. ഇത് നമ്മൾ നേരത്തെ ഓവർടേക്ക് അടിച്ച വണ്ടി കേട്ടോ, മറ്റേ വിശാഖപട്ടണം ഷാലിമാർ വീക്ക്ലി. ഇതിന് ജനറലൊന്നും ആരും ഇല്ല കേട്ടോ, ഒറ്റ മനുഷ്യനിലേക്ക്. ഇത് ഇത്ര ലേറ്റ് ആയിട്ടായിരിക്കും, ഇതെങ്ങാണ്ട് 9-10 മണിക്കൂർ ലേറ്റ് ആയി ഈ വണ്ടി കേട്ടോ. ഇത് ഇവിടെ എന്തായാലും പിടിച്ചു കേട്ടോ, സ്ലോ ആക്കി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പോവും, കാരണം നമ്മളല്ലേ ഈ വണ്ടിയിൽ ആദ്യം ഓവർടേക്ക് അടിച്ചത്. അപ്പോൾ ഇതെന്തായാലും കയറി പോവില്ല. ആകെ മൊത്തത്തിൽ ഭയങ്കര ട്രാഫിക് കേട്ടോ. ഈ വണ്ടിയുടെ തൊട്ട് പുറകിൽ പുരി ഹൗറ ശതാബ്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ആദ്യം ഏത് വിടുമെന്ന് അറിയത്തില്ല, മിക്കവാറും ആ ശതാബ്ദി നമ്മളെ ഓവർടേക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഹൗറയ്ക്ക് പോകുന്നതാണ്, സെയിം റൂട്ടല്ലേ. അപ്പോൾ അത് എവിടെയായാലും വെച്ച് നമ്മളെ ഓവർടേക്ക് അടിക്കും, അതെന്തായാലും ഉറപ്പാണ്. ബെസ്റ്റ് നമുക്ക് നല്ല തേപ്പാണ് കിട്ടുന്നത് കേട്ടോ.
നമ്മൾ ഓവർടേക്ക് അടിച്ച ഈ വണ്ടി കണ്ട് നമ്മളെ തിരിച്ച് ഓവർടേക്ക് അടിച്ചു. ഇനിയിപ്പോൾ ആ ശതാബ്ദിയും കൂടെ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ ആ ശതാബ്ദിയും കൂടെ പോയിട്ട് മിക്കവാറും നമ്മുടെ വണ്ടിനെ വിടത്തുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ശതാബ്ദി തൊട്ട് പുറകിലുണ്ട്. അതാണ് ബിഫോർ ടൈം അടിച്ച് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിനെന്തായാലും ലേറ്റ് ആക്കൂല. അപ്പം ആ ശതാബ്ദി കയറി പോയിട്ടായിരിക്കും നമ്മളെ വിടുന്നതെന്ന് വിശ്വസിക്കുന്നു. ശതാബ്ദി എന്തോന്നു ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ, ഓട്ടോമാറ്റിക്കിനെ കണ്ട് വേഗം വേഗം വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാണ് അങ്ങോട്ട് തൊട്ട് പാസ്സായതേ ഉള്ളൂ. അപ്പോൾ ആ ശതാബ്ദി മിക്കവാറും ഇവിടെ ഒതുക്കുമായിരിക്കും. അതും കയറി പോകുന്നു നോക്കിയോ. അത് എന്തായാലും പിടിച്ചിട്ട് നമ്മളെന്തായാലും വിടൂല. ശതാബ്ദി അല്ലേ. പുരിയിൽ നിന്നും ഹൗറയ്ക്ക് പോകുന്ന ശതാബ്ദി അതായത് നമ്മളെ ഓവർടേക്ക് അടിക്കാൻ പോവാണ്. ഇത് ഓവർടേക്ക് ആയിരിക്കും, ഇതവിടെ ചവിട്ടും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇത് കയറി പോവും. അങ്ങനെ 3 വണ്ടികൾ നമ്മളെ ഇപ്പോൾ തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ടത് അന്ത്യോദയാണ്, പിന്നെ രണ്ടാമത് മറ്റേ ഷാലിമാർ വീക്ക്ലി, ഇപ്പോൾ 3ാമത് ശതാബ്ദി. ഇനി ഏതെങ്കിലും ഉണ്ടോ ആവോ, ഉണ്ടെങ്കിൽ അതും മിക്കവാറും കയറി പോവും. ഇത് ചെറിയ വണ്ടിയാണ് കേട്ടോ, 8, 9, 10 കോച്ചെങ്ങാണ്ടുള്ളൊരു കുഞ്ഞ് ശതാബ്ദിയാണേ. കണ്ടോ C8. ഇനി മുന്നിലും പുറകിലും ഓരോ ജനറേറ്റർ കാർ, അപ്പോൾ 10 ഉണ്ടാവും. 10 കോച്ച് കണ്ട കുഞ്ഞു വണ്ടിയാണ് ശതാബ്ദി എക്സ്പ്രസ്. ഇവിടെ നിന്നാൽ തന്നെ അത്യാവശ്യം ട്രെയിൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വേറെ ഏത് വണ്ടിയും കൂടെ വരുന്നുണ്ട്, ഓൾറെഡി കേൾക്കാം. അതായത് ഗുഡ്സാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഞാൻ നോക്കിയപ്പോൾ ഓട്ടോയ്ക്ക് അടിക്കാൻ വേറെ വണ്ടിയൊന്നുമില്ല. ഇനി നമ്മുടെ പുറകിൽ വരുന്ന വിവേകേ ഉള്ളൂ. അതാണ് 1 മണിക്കൂർ ലേറ്റേ ഉള്ളൂ കേട്ടോ. വിവേകിട്ട് തൊട്ട് പറയും. വിവേക് ഇപ്പോൾ കട്ടക്ക് വിട്ടിട്ടുണ്ട്. വിവേക് എന്തായാലും കയറി പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അരുണ എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നല്ല വലിപ്പം വന്നിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇനി 3rd പാർട്ട് 4th പാർട്ടും ഉണ്ട്. കാരണം ഇത് ചെയ്ത് തീരത്തില്ല, അത്രയും ദൂരമുണ്ട് വണ്ടി. 3 രാത്രി ഓടുന്ന വണ്ടിയല്ലേ. അപ്പോൾ ഈ ഒരു യാത്ര ഇങ്ങനെ ഫുള്ള് എനിക്ക് കാണിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ശതാബ്ദി തീരായിട്ടും വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി 3rd പാർട്ട് വീഡിയോ ഇനി എന്താണ് സംഭവിക്കാൻ പോലും നമുക്കറിയത്തില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ ഏത് വണ്ടി നമ്മൾ ഓവർടേക്ക് അടിക്കും, എത്ര മണിക്കൂർ ലേറ്റ് ആവുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലേറ്റ് 2.5 മണിക്കൂറാണ്. അതിനി കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളിവിടുന്ന് മറ്റേ കൊറമണ്ഡൽ എക്സ്പ്രസ്സിന് ആക്സിഡൻറ്റ് ഉണ്ടായ ആ ഒരു സ്ഥലത്തിൽ കൂടെ നമ്മൾ നേരെ പോയിട്ട് ഖടഗ്പൂർ എത്തും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ദങ്കുനി വഴി നമ്മൾ മാൽഡ പിന്നെ ന്യൂ ജൽപൈഗുഡിയൊക്കെ വഴിയാണ് നമ്മൾ ഗോഹട്ടിക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ 3rd പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.